594. അതായത് ഒരു മാർക്കിന് ഓൾ ഇന്ത്യ ലെവലിൽ 595 ഓൾ ഇന്ത്യ ലെവലിൽ MBBS പോയ വർഷമായിരുന്നു. എത്ര തവണ നീറ്റ് എഴുതി? 4 തവണ എഴുതിയിട്ട് എൻ്റെ 4th അറ്റംപ്റ്റിൽ ഇപ്പം നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സോ ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഡൽഹി എയിംസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ടോപ്പ് ഓൺ സ്റ്റുഡൻസ് അഭിനന്ദും ഉണ്ട്. അതേപോലെ ഈ വർഷത്തെ മലയാളീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ആക്ച്വലി 5 മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലേ? 5 മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. ആക്ച്വലി ചുരുക്കി പറയുകയാണെങ്കിൽ വീണ്ടും വിഷമമാണ്. 4 മലയാളീസ് എന്ന് ഉണ്ടായിരുന്നു പറയാം. ഒരു ഹാഫ് ഫുൾ മലയാളി തന്നെയാണ്. ഈസ് ഫ്രം ആക്ച്വലി കോയമ്പത്തൂർ. വീട് കോയമ്പത്തൂരാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 4 മലയാളീസാണ് ഈ വർഷം എത്തിയത്. ഇൻസ്പയറിംഗ് ആണ്, നല്ലതാണ്. പക്ഷെ എണ്ണം കുറവാണ്. നമുക്ക് അടുത്ത വർഷം ഇമ്പ്രൂവ് ചെയ്യണം. മലയാളികൾക്കുള്ള ഹാർഡ് വർക്കിങ്ങിന്റെ ട്രെൻഡ് കുറഞ്ഞു വരുന്നു. അതാണ് അഭിനന്ദൻ. എന്താണ് സംഭവിക്കുന്നത്? ആയിരിക്കണം. ഓക്കെ, എനിവേ നമ്മൾ വീഡിയോ കയറാം. എന്താണ് ഇവിടെ ഫസ്റ്റ് ഇയർ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇന്റർവ്യൂ സാധനങ്ങൾ കൊടുത്തിരുന്നോ? നിങ്ങൾ യൂട്യൂബിൽ പ്രസൻസ് വന്നോ? അതായത് എയിംസിൽ പഠിക്കുന്ന നമ്മളെ മലയാളി സ്റ്റുഡൻസ് എപ്പോഴും അടുത്ത വർഷത്തെ നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആണ് അല്ലേ? നിങ്ങൾക്ക് അതിന് വർഷം ഇൻസ്പിറേഷൻസ് വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു? എയിംസ് ആലോചിച്ചിട്ട് തന്നെയാണ് വന്നത്? ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ നല്ല പണിയുണ്ടാവും. പിന്നെ ഞാൻ മൈക്ക് പിടിച്ചേക്കാൻ എയിംസ് ആഗ്രഹിച്ചിരുന്നു. എന്താണ് അഭിപ്രായം? ആഗ്രഹിച്ചിരുന്നു. എയിംസ് ആഗ്രഹിച്ചിട്ട് തന്നെയാണോ എയിംസിൽ വന്നത്? എയിംസിൽ പ്ലാൻ ചെയ്തിരുന്നോ? ഇത് കിട്ടണമെന്ന് മാത്രമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. നല്ല എയിംസ് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അപ്പൊ ഈ ക്യാമ്പസും കാര്യമൊക്കെ സ്വപ്നം കണ്ടിരുന്നോ? വീഡിയോസ് കണ്ടിരുന്നു ഏതെങ്കിലും എയിംസിലെ കുട്ടികളെ ഇന്റർവ്യൂ? എന്നിട്ട് അതേപോലെ ഒരു ഇന്റർവ്യൂ കൊടുക്കണം ഒക്കെ വിചാരിച്ചിരുന്നോ? ഓക്കെ, മൈൻഡിൽ പ്ലാൻ ചെയ്തിരുന്നോ? അപ്പോൾ എന്താ എക്സാക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ അതേപോലെയാണ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ആഗ്രഹിക്കാത്തൊരു കുട്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആഗ്രഹം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ടൈമാണല്ലോ. കഴിഞ്ഞ വർഷം ഈ സമയം ഓർമ്മയില്ലേ? നന്നായി ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന എന്താ വേർഡ്സൊക്കെ അവർക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആവും. നമ്മൾ അഭിനന്ദിലേക്ക് പിന്നെ വരാം. അഭിനന്ദൻ എല്ലാവരും കേട്ട് മടുത്തതാണ്. നമ്മുടെ പുതിയ പിള്ളേരിലേക്ക് എത്താം. എങ്ങനെയുണ്ട് അഭിനന്ദൻ? എങ്ങനെയുണ്ടായിരുന്നു? സീനിയറായി എത്തിയിട്ട് കെയറിംഗ് ആണ്, പാവാണ്, സ്ക്രാച്ചിങ് ഒന്നുമില്ല, പാവൊന്നുമില്ല. ഓക്കെ. സോ എന്താണ് ഈ ഒരു സമയത്ത് പഠിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരോട് പറയാനുള്ളത്? ടെൻഷൻ എടുക്കാണ്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പേര് സ്ഥലം ഒന്ന് പറയോ? എൻ്റെ പേര് അസ്ന ഷെറിൻ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. ആൻഡ് ആദ്യം ഒരു തവണ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഒരു 594. അതായത് ഒരു മാർക്കിന് ഓൾ ഇന്ത്യ ലെവലിൽ 595 ഓൾ ഇന്ത്യ ലെവലിൽ MBBS പോയ വർഷമായിരുന്നു. അന്ന് കിട്ടാത്തത് കാരണം ഫുൾ വിഷമിച്ചോ? ഇല്ല, കുറച്ച്. ഇത് മൂന്നാമത്തെ വർഷം. അപ്പം റിപ്പീറ്റഡ്ലി ട്രൈ ചെയ്ത് ആ ഒരു റാങ്കിൽ എത്തിയ പേഴ്സൺ ഇവിടെ എയിംസിൽ എത്തുന്നുണ്ട്. ചില ഒരു ഇതില്ലേ, കാരണം ഒന്നുകൂടി എഴുതുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര മാർക്ക് എത്തൂല. അങ്ങനെ ഒരു സാധാരണ ഇല്ലേ, ഒരു ട്രെൻഡില്ലേ? നിങ്ങൾക്ക് തന്നെ പഠിക്കുമ്പോൾ അറിയുന്നല്ലേ. ഞാൻ പറയാറുണ്ട് അങ്ങനെ കാര്യമില്ല. കാരണം അപ്പം പഠിച്ചത് എന്താണോ ആ വർഷം പഠിച്ചതിനനുസരിച്ച് ഇരിക്കുള്ളൂ. ചില ആളുകൾ പറയും +2 എത്തുമ്പോഴോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാർക്ക് കൂടുന്നത് മാത്രമേ നോക്കുള്ളൂ. റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 600 മുകളിൽ എത്തിയാൽ മതിയാവും, 620 എത്തിയാൽ മതി. അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിരുന്നോ? ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചത് ഒരു ഗവൺമെന്റ് കോളേജ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ ഫസ്റ്റ് 2 ടൈം ചെയ്തപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് എന്റെ മാക്സിമം കൊടുത്ത്. എന്താണ് ഒരു ബൂസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ചേഞ്ചിങ് ഈവന്റ് ആയി തോന്നിയ ഒരു കാര്യം ടോപ്പിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള? അതായത് ഞാൻ ഇപ്പൊ ഫിസിക്സ് ഒക്കെ വെച്ചാൽ മുന്നേ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് മറ്റേ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ കൺസെപ്റ്റ് അധികം മനസ്സിലാക്കാൻ അങ്ങനെ പഠിച്ചിരുന്നു. പക്ഷെ ഇപ്പം 3ാമത്തെ വർഷം ചെയ്ത സമയത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തറായതിനു ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസിലൂടെ കടന്നിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇൻഓർഗാനിക്കും അതൊക്കെ നല്ലോണം കോൺസെപ്റ്റ്. കാരണം എനിക്ക് ഇൻഓർഗാനിക് ആയിരുന്നു കുറച്ച് പാട്. ഒന്നുകൂടെ സൂപ്പർഫിഷ്യൽ പോകുന്നതിനേക്കാൾ നല്ല ഹാർഡായി ട്രൈ ചെയ്തു. +2 ഒക്കെ ഉണ്ടായിരുന്നു മാർക്ക്? +2 എനിക്ക് 96.8 CBS. ഓക്കെ, നന്നായി പഠിച്ചിട്ടുണ്ട്. നല്ല അതിന്റെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയി ഒന്നുകൂടി നന്നായി ട്രൈ ചെയ്തു. ഐ തിങ്ക് 3 തവണ അല്ലെങ്കിൽ 4 തവണ. എത്ര തവണ നീറ്റ് എഴുതി? 4 തവണ എഴുതിയിട്ട് എൻ്റെ 4th അറ്റംപ്റ്റിൽ ഇപ്പം നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? സന്തോഷം. എങ്ങനെയുണ്ട് എയിംസ്? ഇവിടുത്തെ തണുപ്പ് കാര്യങ്ങളൊക്കെ? സഹിക്കാൻ പറ്റുന്നില്ല. സ്വെറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചില്ലേ? പേര് സ്ഥലം പറയും. എൻ്റെ പേര് സമ മുബാറക്, ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നു. സോ എന്താണ് എയിംസിൽ എത്താനുള്ള ആ ഒരു ഗെയിം ചേഞ്ചിങ് പോയിന്റ്? ആക്ച്വലി നീറ്റിന് മുന്നേ ഞാൻ കോഴിക്കോട് എയിം ചെയ്തിട്ടാണ് പോയത്. കോഴിക്കോടിൽ ഏറ്റവും ടോപ്പ് ജിപ്മർന്ന് വിചാരിച്ചത്. പിന്നെ നീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് മാർക്കിൽ നോക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എത്ര മാർക്ക് ഉണ്ടായിരുന്നു?
700 എക്സാക്ട്ലി 700 ആയിരുന്നു മാർക്ക്. സോ 700 കിട്ടിയപ്പോൾ പിന്നെ എയിംസ് ആക്കാന്ന് കരുതി. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 695 ആയിരുന്നു. പിന്നെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ കാലിക്കറ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നോ? ഇല്ല എയിംസ് വിചാരിച്ചോണ്ട്. എന്താണ് പഠിക്കുമ്പോൾ ഉണ്ടായ ചേഞ്ച്? ജസ്റ്റ് ഇപ്പം പഠിച്ച് ബുദ്ധിമുട്ടുണ്ട് നിൽക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മളെ എയിംസിന്റെ ഇന്റർവ്യൂ അങ്ങനെ നിങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കൊറേ ബാച്ചെല്ലാം കണ്ടിന്. ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മാക്കെല്ലാം എല്ലാരും അറിയാം. ഞാൻ ഫുൾ നിങ്ങളെ കുറിച്ച് പറയലുണ്ട് കുട്ടികളല്ലേ എയിംസിന്റെ കുട്ടികളെ. പക്ഷെ ഞാൻ ആക്ച്വലി ആദ്യം ഇവിടെ വരാൻ എനിക്ക് ഇതിലെത്തിയിട്ടില്ല. ഇവിടെ വരും എന്നുള്ള ഒരു വിശ്വാസം. പിന്നെ ലാസ്റ്റ് ആയപ്പോ കേറിപ്പോയപ്പോഴാണ് എത്താനുള്ള ഇത്. ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇൻസ്പയർഡ് ആയിരുന്നു. പിന്നെ ഒരു 2020 ബാച്ചിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഏതാ അത് അവര് ഹോസ്റ്റൽ റൂമില് ആഷിഖ് സാറിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. അല്ല ആഷിഖ് സാർ വന്നു. അത് ഞാൻ കുറെ വട്ടം കണ്ടു. ഇടയ്ക്കൊക്കെ മടുക്കുമ്പോ ആ ഇന്റർവ്യൂ എടുത്ത് കാണും. എന്താണ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യോ? എങ്ങനെ വീട്ടിൽ നാളെ പ്രിഫർ ചെയ്തോ? ഹോസ്റ്റലായിരുന്നോ? ഹോസ്റ്റലായിരുന്നു. ഞാൻ പാലില് ഹോസ്റ്റലിൽ പോയണ്ടാന്ന്. അത് വേറെ കാര്യം. അപ്പൊ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും? അത് നമ്മള് അവര് ബ്രില്യൻ പല ആപ്പില് നമ്മളെല്ലാം പഠിച്ച ആപ്പില് അല്ല ഇതല്ലേ ഞാൻ മുന്നേ കണ്ടതാ. വേറെ മോട്ടിവേഷൻ വീഡിയോസ്. ഓക്കെ. അപ്പം എന്താണ് ഇപ്പത്തെ പഠിക്കുന്ന പിള്ളേരോട് എന്താ പറയാ? ടെൻഷൻ അടിക്കാണ്ട് പഠിക്കാം, പിന്നെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. കുറെ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഈവൻ ബയോളജി എല്ലാം കുറെ കുറെ കാണാപ്പാടം പഠിക്കുന്നത്. പക്ഷെ അത് കൺസെപ്റ്റ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ലേ? ഇവിടെ എത്തൂല അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യരുത്. മാക്സിമം പ്ലാൻ ചെയ്യണം. എക്സാമിന്റെ ടൈമിൽ ടെൻഷൻ ഒഴിവാക്കാം. അതെങ്ങനെ ഒഴിവാക്കും? ഞാൻ അന്ന് രാവിലെ കരിഞ്ഞു തീർത്തു. പിന്നെ അതായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്. എക്സാം കിട്ടി പോയാൽ പോയി എഴുതിയത്. എക്സാക്ട്ലി പറയാനുള്ള നീറ്റ് എക്സാം എഴുതുന്ന സമയത്തുള്ള ഡയറി അന്ന് രാവിലെ എക്സാം ടെൻഷൻ കാരണം കരഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ കരഞ്ഞു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു ഇതില് എത്താന്നത്ര ഇവിടെ എത്തി. ഇനി പഠിച്ചതൊക്കെ വരാണെങ്കിൽ അതുപോലെ വരുന്നെടുത്ത് വെച്ച് കാണാൻ സമാധാനിപ്പിച്ചു. നീ ഒന്ന് പോയി എഴുതി ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ട. എക്സാം എഴുതി കഴിഞ്ഞപ്പോ എന്തായിരുന്നു അവസ്ഥ? എക്സാം എഴുതി കഴിയുമ്പോൾ ജിപ്മർ കിട്ടുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ എയിംസിലേക്ക് എത്തി. ഹൗ വാസ് യുവർ സ്റ്റോറി? പേര്, സ്ഥലം? ഞാൻ ശ്രീഹരി, പത്തനംതിട്ട. എങ്ങനെയായിരുന്നു? ഇപ്പോൾ നീറ്റ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തത് ബെർലിനിൽ നിന്നായിരുന്നു. ഓക്കെ. ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് 561 ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പഠിക്കാതെ അത്ര മാർക്ക് കിട്ടിയത്. അപ്പോൾ മനസ്സിലായി ഇപ്പോൾ രണ്ടാമത്തെ തവണ എഴുതി കഴിഞ്ഞാൽ എന്തായാലും കുറച്ചുകൂടെ നല്ല മാർക്ക് എന്തായാലും കിട്ടാൻ പോകും. 561. ഓക്കെ, 561 ആയിരുന്നു. പിന്നെ അത് വീണ്ടും ആ സമയത്ത് അത്ര ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അത്ര +2 കൂട്ടത്തിൽ ഞാൻ എഴുതിയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നുകൂടെ ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുന്ന എന്തായാലും. ഓക്കെ. ഇന്ത്യയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസിൽ എത്തി. എന്താണ് നിങ്ങൾക്ക് അതിൽ എത്താനുണ്ടായ ഒരു കാരണം എന്ന് തോന്നുന്ന കാര്യം? വാട്ട് മേക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഇടയിൽ ബ്രേക്കോ കാര്യങ്ങളോ നിർത്തില്ല. പിന്നെ ഇടയ്ക്ക് കൺസിസ്റ്റന്റ് ഈവൻ പറയുമ്പോഴും നമുക്ക് ഇടക്ക് നമ്മൾ സെൽഫ് ഡൗട്ട് അടിക്കാറില്ലേ? അത് ഇപ്പൊ അത് മാർക്ക് ഇപ്പൊ പറയുമ്പോ എന്തായാലും സെൽഫ് ഡൗട്ട് പോലെ തോന്നും. പക്ഷെ ഞാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ, അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ തോന്നാറില്ലേ? തോന്നുന്നു. എനിക്കും മാർക്ക് പറയും. അപ്പൊ ഞാൻ ആ ദിവസം കരയും. നീ മാത്രല്ല പിന്നെ കരയാറുണ്ടായിരുന്നു. ഗേൾസ് മാത്രല്ല കരയാറുള്ള, ബോയ്സും കരയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാമിന് നന്നായിട്ട് ചെയ്യാന്ന് വിചാരിക്കും. വീണ്ടും വീണ്ടും കരയും. അടുത്താണ് എത്ര കരഞ്ഞിട്ടുണ്ട്? നിങ്ങൾ കരഞ്ഞില്ല? അപ്പൊ ടെൻഷൻ ഇല്ലാത്ത ഒരാളോട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ പിന്നീട് കൺസിസ്റ്റന്റ് ആയി മാർക്ക് കിട്ടി തുടങ്ങി. പിന്നെ അവസാനത്തെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി എന്തായാലും നല്ല ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുമെന്ന് അറിയാം. പിന്നെ കറക്ഷൻസ് വന്നപ്പോഴും വീണ്ടും എന്റെ ഫേവറിലായിരുന്നു. അങ്ങനെ 705. ഓക്കെ. എയിംസ് ടാർഗറ്റഡ് ആയിരുന്നു. അവസാനമൊക്കെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്, കിട്ടിയാൽ മതിയായിരുന്നു. പ്രാർത്ഥന ഉണ്ട്. 695 ആയിരുന്നു എനിക്ക് ആദ്യം. ഓക്കെ. പിന്നെ പ്രാർത്ഥനയായിരുന്നു എങ്ങനെയും കൂട് കറക്ഷൻ വന്ന് കൂട് അത് 705 ആയി. പേര്, സ്ഥലം? എന്റെ പേര് ജേക്കബ് ബിവൻ. ഞാൻ താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. നാട്ടില് തൃശ്ശൂർ. ഓക്കെ. രണ്ട് നാടുണ്ട്. കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നമ്മളൊരു ഓക്കെ.
സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളിയാണ് സ്റ്റിൽ. കേരളത്തിൽ നിന്ന് വന്നെന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന് 4 ആയിട്ട് കുറയ്ക്കേണ്ടി വരും. എന്താണ് പ്രിപ്പറേഷൻ്റെ? നമ്മുടെ മലയാള വീഡിയോസ് കണ്ടിരുന്നോ? നമ്മുടെ എയിംസിലെ സ്റ്റുഡൻസിന്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്തായിരുന്നു ഈ ഒരു മീൻസ് റാങ്ക് മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ? 11th അത്ര ഫോക്കസ് ആയിരുന്നില്ല. 10th നല്ല ഫോക്കസ് ആയിരുന്നു. 11th ഫോക്കസ് ഒക്കെ പോയി, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. ഫൈനലി 11th എന്തായപ്പോ എന്താ തെറ്റുകൾ മനസ്സിലായി, കോൺസെപ്റ്റ്സ് ഇംപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 12th ആയപ്പോ പ്രിപ്പറേഷൻ സ്റ്റഡി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി നീറ്റ് എഴുതി, കുഴപ്പമുണ്ടായിരുന്നില്ല. കുറെ മോക്ക് ടെസ്റ്റ് എഴുതി, മോക്ക് ടെസ്റ്റ് മാർക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് നിർത്തി പോകണം തോന്നിയ സമയമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് 11th തുടക്കത്തില് ലൈക്ക് മാർക്ക് കുറവായിരുന്നു. ബട്ട് അത് മനസ്സിലായി, ഞാൻ മര്യാദയ്ക്ക് പഠിക്കാത്ത കാരണം, കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണമാണ് മാർക്ക് കുറഞ്ഞത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അതിൽ വർക്കപ്പ് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിസംബർ എത്തിയിട്ടുണ്ട്. എക്സാമിന് ഏകദേശം 4.5 മാസം എന്ന് പറയും, 4 മാസം പറയാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കും അവർ. അപ്പോൾ ഈ സമയത്ത് അവരോട് കൊടുക്കാനുള്ള, തൊട്ട് മുന്നേ ആ ഒരു ഫേസിലൂടെ പോയ ഒരു സ്റ്റുഡൻറ് എന്ന രൂപത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത് ഈ സമയത്ത്? സപ്പോസ് ഇപ്പോൾ 5 മാസം ബാക്കിയുണ്ട്. സോ ഫസ്റ്റ് തിങ് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കുക, ബയോളജി കുറേ റിവൈസ് ചെയ്യുക, ആൻഡ് കുറേ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ്സ് ഒരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ. മോക്ക് ടെസ്റ്റ് ആണ് കോൺഫിഡൻസ് നൽകുന്നത്. ഓക്കെ, പിന്നെ എപ്പോഴാണ് നിങ്ങൾ ക്ലാസ് ഒക്കെ വരുന്നത്? ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും വേർഡ് നമുക്ക് വീണ്ടും പിന്നെ കാണാം. ചിലപ്പോൾ സ്റ്റുഡൻസ് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, എന്താണ് എന്തെങ്കിലും വേണം എന്നുള്ളതോ. പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പേര് ജേക്കബ്, ശ്രീഹരി, സമ, ഹസ്ന. അപ്പോൾ ആരെങ്കിലും ഇൻ്റർവ്യൂ സ്പെഷ്യൽ വേണം എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ടൈമിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഇവിടെ മീറ്റ് ചെയ്തിട്ട് എല്ലാവരും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവരോട് ആഡ് ചെയ്യാനുണ്ടോ? നമ്മളിപ്പം പഠിക്കുമ്പം ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കരുത്, നമ്മൾ നമുക്ക് വേണ്ടി പഠിക്കാം. ഇതിപ്പം സാധാരണ എല്ലാവരും പറയുന്നുണ്ട് നീറ്റ് കോച്ചിങ് ചെയ്യുക, അപ്പോൾ എന്തായാലും 5-6 മണിക്കൂർ പഠിച്ചേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീട്ടുകാരോ മറ്റേ അതിന് വേണ്ടിയിട്ട് പഠിക്കരുത്. ഇപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത്ര സമയം നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അത്രയും സമയം നല്ല വൃത്തിക്ക് നമുക്ക് വേണ്ടി തന്നെ പഠിക്കാം, നമുക്ക് വേണ്ടി പഠിക്കുന്നുള്ള ബോധത്തെ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ജേണി കുറച്ചുകൂടി ഹാർഡായിരുന്നു. അതായത് റിലേറ്റീവ്സ് ബാക്കി ആളുകളൊക്കെ വീണ്ടും എഴുതുന്ന സമയത്ത് ഡൗട്ട് വേണോ ഇനി എഴുതണോന്ന് പാരന്റ്സ് പറഞ്ഞത്. പാരന്റ്സ് അല്ലാത്ത ആളുകൾ, നമ്മളെ സോ കോൾഡ് അമ്മാവനൊക്കെ ഫാമിലി ഉണ്ടാവില്ല, അങ്ങനെയില്ല. എന്നാലും ചോദിക്കൂലേ, മറ്റേ വീട്ടിലെ അടുത്തുള്ള ആളുകളൊക്കെ ഒന്നിലെ മോളെ കെട്ടിച്ച് വിടാനുള്ള അല്ലേ, സോ അങ്ങനെ സ്റ്റോക്ക് നാട്ടിലുകാർ വെറുതെ വർക്കിൽ പണിയില്ലാത്ത നല്ലതല്ല. ഓ, എവിടാ നാടെവിടാ? കണ്ണൂര്. നല്ല നാട്ടുകാരാട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ എസ്പെഷ്യലി ആ ഒരു കുടുംബത്തിന് ഭയങ്കര നല്ല സപ്പോർട്ട് ചെയ്ത ആ ഫാമിലിക്ക് നല്ലത് പറയുന്നത്. കാരണം ഉണ്ടാവുന്ന ഞാൻ തന്നെ എന്റെ ഫാമിലി ബാക്കിയുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ ഇനി ഒരു വർഷം നഷ്ടപ്പെടുത്തണോ, സപ്പോർട്ട് ചെയ്തോന്നല്ലേ? ഓക്കെ, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അതിനെ എയിംസിലെത്താൻ സഹായിച്ചു. ഞാൻ പറയട്ടെ, ഡിഫറെന്റ്ലി നിങ്ങളുടെ ഫാമിലി ബാക്കി ആളുടെ കാര്യങ്ങളൊക്കെ മാറും. എന്താ സിബ്ലിങ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? അനിയത്തിക്ക് ഇപ്പൊ നിർബന്ധമായി താത്ത എയിംസ് എടുത്തെങ്കിൽ മിനിമം ഏതാണെങ്കിൽ സ്ട്രീം ഏതാവട്ടെ, ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു കമ്പയറബിൾ സാധനം ചെയ്യേണ്ടി വരൂല അവൾക്ക്. അങ്ങനത്തെ ഒന്നുമില്ല. സ്റ്റിൽ ബാക്കിയുള്ളവർക്ക് കുറച്ചും നല്ല. ഇപ്പൊ ഒരു ഫാമിലിയിലോ റിലേറ്റീവോ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അഭിനന്ദന്റെ അനിയന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആക്ച്വലി പഠിക്കുന്നുണ്ടോ? സ്ട്രോങ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അവനും ഒരു പ്രഷർ ഉണ്ടാവും. പ്രഷറല്ല, ഒരു പോസിറ്റീവ് തിങ്, ഒരു പോസിറ്റീവ് പ്രഷർ. പോസിറ്റീവ് പ്രഷർ. എന്താ നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറയാനുള്ളത്? എനിക്ക് പഠിക്കുന്ന മെത്തേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കുറെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വരും നമ്മൾക്ക് ഏറ്റവും മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാ പഠിച്ചിട്ട്. അപ്പോൾ കുറെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് സ്റ്റഡി പാറ്റേൺ ഒക്കെ കുറെ മാറ്റാണ്ട് നോക്കാം. നമ്മളെ ഇതന്നെ ഞാനതാണ് എനിക്ക് +2 എങ്ങനെയാ പഠിച്ചോണ്ടിരുന്ന, എനിക്കൊരു ഇത് കിട്ടിയോണ്ട് ഞാൻ അങ്ങനെ തന്നെ പഠിച്ചോണ്ട് എനിക്ക് മാറ്റങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്തണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഇംപ്രൂവിംഗ് ആണ്, നമുക്കൊരു കംഫർട്ടബിൾ ആയി തോന്നിയിരിക്കുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യാൻ നിൽക്കാൻ മെത്തേഡ് അല്ലേ? അപ്പോൾ എനിക്ക് ഒന്ന് തന്നെ ഉള്ളൂ പറയാൻ, ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക, ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യുക. എന്നിട്ട് അടുത്ത കൊല്ലം നമ്മുടെ ജൂനിയേഴ്സ് ഒരു 10-15 എണ്ണോടാ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇവരൊക്കെ ഉണ്ടാവും. അടിച്ചു പൊളിക്കുക അല്ലേ? പക്ഷെ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് എത്ര മാസമായി ഇവിടെയൊക്കെ ഡൽഹിയൊക്കെ ചുറ്റി കറങ്ങിയോ? ഹിന്ദി തോടാ മാലും തോടാ
ഹിന്ദി തൊടാൻ മാത്രമേ അറിയുള്ളൂ. ഇനി അതർ വേർഡ്സ് ഹിന്ദിയിൽ അറിയോ? ഒന്ന് ഹിന്ദി അവരോട് ചോദിച്ചത് എന്തെങ്കിലും. ഓ ഭയങ്കര ടഫ് ഹിന്ദി ആയി പോയി. എന്റെ സ്ട്രീം മലയാളമായിരുന്നു. എന്താ ഫൈനലി പറയാനുള്ളത്? ഒന്നുമില്ല, ലൈക്ക് എനിക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, റിവൈസ് ചെയ്യുക, ടെസ്റ്റും ചെയ്യുക. ഇതില് ഈ 3 സാധനത്തിൽ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, ഒന്നൊന്നും ചെയ്യണം. മോക്ക് ടെസ്റ്റ് കോൺഫിഡൻസ് ആയിരിക്കും. എന്താ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നല്ല, പക്ഷെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഓർത്ത് വിഷമിക്കരുത്. ഹാഫ് ദ ടൈം ടേബിൾസ് ആർ ഫെയിൽ. അപ്പോ ആ ടൈം ടേബിൾ സെറ്റ് ആയില്ലെങ്കിൽ വേറൊരു മെത്തേഡ്. പക്ഷെ ഓൾവേസ് ഹാർഡർ ആയിട്ട് ടൈം ടേബിൾ കീപ്പ് ചെയ്യാം. ഫെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡർ ആയിട്ട് ടൈം ടേബിൾ കീപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അവർക്ക് ഇനി ഇൻസ്പയറിംഗ് ആക്കി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറ്റില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കൊരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പിരിയാം.